US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ CDCയുടെ അറിയിപ്പ് പ്രകാരം ഒരുതരം സാൽമോണല്ല ബാക്ടീരിയയുടെ ആക്രമണം മൂലം 7 സംസ്ഥാനങ്ങളിലായി 70-ലധികം ആളുകൾക്ക് രോഗം ബാധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കാലിഫോർണിയയിലെ ഒരു മുട്ട വിതരണ കമ്പനി വിതരണം ചെയ്ത മുട്ടകളിലൂടെയാണ് ബാക്ടീരിയയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റ് എഗ് കമ്പനി എന്ന സ്ഥാപനം 1.7 മില്യൺ ഡസൻ മുട്ടകൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഈ മുട്ടകളിൽ രോഗം വരുത്തുന്ന ബാക്ടീരിയ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരിക്കുകയാണ്. CDC പറയുന്നതനുസരിച്ച് രോഗം ബാധിച്ച 79 പേരിൽ 21 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആരും മരിച്ചിട്ടില്ല. ഈ മുട്ടകൾ അരിസോണ, കാലിഫോർണിയ, ഇല്ലിനോയ്സ്, ഇന്ത്യാന, നെബ്രാസ്ക, ന്യൂ മെക്സിക്കോ, നെവാഡ, വാഷിംഗ്ടൺ, വ്യോമിംഗ് എന്നീ സംസ്ഥാനങ്ങളിലെ കടകളിലും റെസ്റ്റോറൻറ്റുകളിലും വിതരണം ചെയ്തിട്ടുണ്ട്. വാൾമാർട്ട്, സേവ് മാർട്ട്, ഫുഡ് മാക്സ്, ലക്കി, സ്മാർട്ട് ആൻഡ് ഫൈനൽ, സേഫ്വേ, റിലേസ്, ഫുഡ് ഫോർ ലെസ്, റാഫ്റ്റ്സ് തുടങ്ങിയ കടകളിലാണ് പ്രധാനമായും ഇത് വിതരണം ചെയ്തിരിക്കുന്നത്. സാൽമണല്ല ബാക്ടീരിയ ചെറിയ കുട്ടികൾ, പ്രായമായവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾ എന്നിവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് FDA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പനി, വയറിളക്കം, ഓക്കാനം, ഛർദി, വയറുവേദന എന്നിവയാണ് സാൽമണല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഓഗസ്റ്റ് എഗ് കമ്പനി ഇപ്പോൾ മുട്ടകൾ വിൽക്കുന്നില്ല. കഴിഞ്ഞ 30 ദിവസമായി മുട്ടകൾ പാസ്ചറൈസ് ചെയ്യുന്ന പ്ലാന്റിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ പാസ്ചറൈസ് ചെയ്യുമ്പോൾ മുട്ടയിലെ രോഗാണുക്കൾ നശിക്കും. കമ്പനി FDAക്ക് നൽകിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പ്ലാന്റിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ഉടൻ തന്നെ എല്ലാ മുട്ടകളും പാസ്ചറൈസ് ചെയ്യുന്ന ഫെസിലിറ്റീസിലേക്ക് മാറ്റാൻ തുടങ്ങി എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. പാസ്ചറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂടാക്കി രോഗാണുക്കളെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കമ്പനി കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. CDCയുടെ നിർദ്ദേശപ്രകാരം ആരുടെയെങ്കിലും കയ്യിൽ ഈ മുട്ടകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ കളയുകയോ അല്ലെങ്കിൽ കടയിൽ തിരിച്ചേൽപ്പിക്കുകയോ ചെയ്യണം. സുരക്ഷിതമായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സാൽമണല്ല എൻറ്റർടൈറ്റിസ് അണുബാധ വന്നാൽ 12 മുതൽ 72 മണിക്കൂറിൽ രോഗലക്ഷണങ്ങൾ കാണിക്കും. വയറിളക്കം, പനി, ഓക്കാനം, ഛർദി, വയറുവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. സാധാരണയായി 4 മുതൽ 7 ദിവസം വരെ രോഗം നീണ്ടു നിൽക്കും. ആരോഗ്യമുള്ള ആളുകൾക്ക് പ്രത്യേക ചികിത്സയില്ലാതെ തന്നെ രോഗം മാറും. ലോകമെമ്പാടുമുള്ള സാൽമണല്ല ഇൻഫെക്ഷൻസിൻ്റെ പ്രധാന കാരണം മുട്ടയാണെന്നാണ് പറയപ്പെടുന്നത്. സാൽമണല്ല ബാക്ടീരിയകൾ മുട്ടയുടെ ഉള്ളിൽ കടന്ന് മുട്ട മലിനമാക്കുന്നു. പലതരം സാൽമണല്ലകളിൽ സാൽമണല്ല എൻറ്ററിറ്റിഡിസ് എളുപ്പത്തിൽ മുട്ടയിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കുന്നു. സാൽമണല്ല ടൈഫിമോറിയത്തിനേക്കാൾ കൂടുതൽ സാൽമണല്ല എൻറ്ററിറ്റിഡിസ് മുട്ടകളിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കും. കൂടുകളില്ലാത്ത കോഴികളുടെ മുട്ടകളിലാണ് ഈ വ്യാപനം കൂടുതലായി കാണുന്നത്. കൂടുകളില്ലാത്ത സാഹചര്യങ്ങളിൽ കോഴികൾ തമ്മിൽ കൂടുതൽ ഇടപഴകാനും വിസർജ്യ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്താനും സാധ്യതയുണ്ട്. ഇത് രോഗം കൂടുതൽ കോഴികളിലേക്ക് പകരാൻ കാരണമാകും. മുട്ട വ്യവസായം സാൽമണല്ല കണ്ടാമിനേഷൻ നിയന്ത്രിക്കാൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ ഭക്ഷ്യ സുരക്ഷാ പ്രശ്നം മുട്ട ഉൽപ്പാദകരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുകയാണ്. മുട്ട വാങ്ങുമ്പോഴും സൂക്ഷിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല കടകളിൽ നിന്ന് മാത്രം മുട്ടകൾ വാങ്ങുക. മുട്ടകൾ 4 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മുട്ടയുടെ ട്രേയിൽ പൊട്ടലുകളോ അഴുക്കുകളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പൊട്ടിയ മുട്ടകൾ വാങ്ങുന്നത് ഒഴിവാക്കുക. സീസർ ഡ്രസ്സിംഗ്, എഗ്നോഗ് പോലുള്ള ഉണ്ടാക്കുന്നതിന് പാസ്ചറൈസ് മുട്ടകൾ ഉപയോഗിക്കുക. പാസ്ചറൈസ് മുട്ടകൾ ചൂടാക്കുമ്പോൾ സാൽമണല്ല നശിക്കും. 54 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ മതിയാകും. മുട്ട എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. മുട്ടകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ട്രേയിൽ തന്നെ വെക്കുക. ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക. മുട്ടകൾ വെച്ചാൽ താപനില കൃത്യമായി നിലനിർത്താൻ ഇത് സഹായിക്കും. USDA നിയമം അനുസരിച്ച് മുട്ടകൾ 36 മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിൽ വെക്കണം. വീട്ടിൽ മുട്ടകൾ 4 മുതൽ 5 ആഴ്ച വരെ സൂക്ഷിക്കാം. മുട്ടകൾ 2 മണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിന് പുറത്ത് വെക്കരുത്. അന്തരീക്ഷത്തിൻ്റെ ചൂട് 90 ഡിഗ്രി താപനിലയിൽ കൂടുതലാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ പുറത്ത് വെക്കരുത്.